അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാബ് മർഹബൻ ബിക്കും ഇലാ സുഫി സാബിയ. പ്രിയ കുട്ടികളെ, 4ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഖദ്ദൂമുൽ അൻസ്വാരി എന്ന പാഠഭാഗമാണ് പഠിച്ചു വന്നത്. ഇന്ന് പഠിക്കുന്നത് ഏതാനും രാജ്യങ്ങളിലെ കറൻസികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ അറബിയിൽ പഠിക്കാൻ പോകുന്നത്. പേജ് നമ്പർ 66. നെസ്ലു നമുക്ക് ചേർക്കാം. ബൈനൽ ഉംലാത്തി ഏതാനും കറൻസികളെ നമുക്ക് ചേർക്കാം. വൽ ബിലാദി നാടുകളെയും. വനക്തുബു നമുക്ക് എഴുതുകയും ചെയ്യാം. ജുമലൻ സെന്റൻസ് കമാഫിൽ മിസാൽ ഉദാഹരണത്തിൽ ഉള്ളതുപോലെ. ഈ പിക്ചറുകളിൽ നമ്മൾ എന്താണ് കാണുന്നത്? ഒരു സൈഡില് ഏതാനും രാജ്യങ്ങളുടെ കറൻസികൾ കൊടുത്തിട്ടുണ്ട്. അവയുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഭൂപടവും കൊടുത്തിട്ടുണ്ട്. ഓരോ രാജ്യത്തിന്റെ കറൻസിയോടും യോജിച്ചത് അതിന്റെ നേരെ ചേർത്ത് കൊടുക്കണം. ഫസ്റ്റ് യുവാനുൻ സീനിയുൻ അവിടെ എഴുതിയിട്ടുണ്ട്. യുവാനുൻ സീനിയുൻ ചൈനയുടെ കറൻസിയുടെ പേരാണ് യുവാൻ. യുവാനുൻ സീനി അവിടെ വന്നിട്ടുണ്ട്. ചൈനയുടെ നേരെ അത് ചേർത്ത് കൊടുക്കണം. ആരോ ഇട്ട് കൊടുക്കുക. അടുത്ത കറൻസി നോക്കൂ, ഖത്തറിൻ്റെതാണ്. എന്നിട്ട് അവിടെ എഴുതി കൊടുക്കണം. ഖത്തറിൻ്റെ കറൻസിക്ക് പറയാ റിയാൽ എന്നാണ്. റിയാലുൻ ഖത്തരിയ്, റിയാലുൻ ഖത്തരിയ്. അടുത്ത പിക്ചറിൽ കാണുന്നത് അമേരിക്കയുടെ കറൻസിയാണ്. അമേരിക്കക്ക് അംരീക്കി എന്നാണ് പറയുക. അവിടത്തെ കറൻസിക്ക് ദൂളാറ എന്നാണ്. ഡോളർ അറബിയിലെ ദൂളാറ എന്നാണ് പറയാം. ദൂളാറുൻ അംരീക്കിയ്, ദൂളാറുൻ അംരീക്കിയ്. അടുത്തത് കുവൈത്തിൻ്റെ കറൻസിയാണ്. ദീനാറാണ്. ദീനാറുൻ കുവൈത്തിയ്, ദീനാറുൻ കുവൈത്തിയ്. അടുത്തത് ഇന്ത്യയുടേതാണ്. ഇന്ത്യയിലെ റൂബിയ യാണ് കറൻസിക്ക് എന്താണ് പറയാ? റൂബിയ, റൂബിയ ഹിന്ദി. ഇനി നോക്കൂ, ഇതിനെ സെന്റൻസ് ആക്കിയിട്ട് എഴുതണം. ഉംലത്തു സീനി ചൈനയുടെ കറൻസി യുവാനുൻ സീനി എന്നെഴുതിയതുപോലെ ബാക്കിയുള്ളതും ഇതേപോലെ സെന്റൻസിൽ എഴുതണം. എങ്ങനെ എഴുതാം? ഉംലത്തുൽ ഖത്തരി ഖത്തറിന്റെ കറൻസി റിയാലുൻ ഖത്തരി എന്നെഴുതണം. അതുപോലെ തന്നെ ഉംലത്തു അംരീക്ക അമേരിക്കയുടെ ഉംലത്ത് കറൻസി ദൂളാറ അംരീക്കി എന്നെഴുതുക. ഉംലത്തുൽ കുവൈത്തി കുവൈത്തിൻ്റെ ഉംലത്ത് കറൻസി ദീനാറുൻ കുവൈത്തി എന്നെഴുതുക. അതുപോലെ ഉംലത്തുൽ ഹിന്ദി ഇന്ത്യയുടെ ഉംലത്ത് കറൻസി റൂബിയ ഹിന്ദി എന്ന് എഴുതുക. ഈ കറൻസികളും അവയുടെ രാജ്യവും നിങ്ങൾ പ്രത്യേകം പഠിക്കണം. എക്സാമിന് വരുന്നതാണ്. അടുത്തത് എന്താണെന്ന് നോക്കാം. നതഅറഫു നമുക്ക് പരിചയപ്പെടാം. അൽ അമല തൊഴിലും, വൽ ഉമ്മാൽ തൊഴിലാളികളെയും നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് പിക്ചറിൽ നോക്കൂ, ഡോക്ടറെയാണ് കാണുന്നത്. അപ്പോൾ ഡോക്ടർ അന തൊബീബുൻ ഞാനൊരു ഡോക്ടറാണ്. അഫ്ഹസു ഞാൻ പരിശോധിക്കുന്നു. അൽ മർല രോഗികളെ ഞാൻ പരിശോധിക്കുന്നു. അടുത്ത പിക്ചറിൽ കാണുന്നത് എഞ്ചിനീയറിനെയാണ്. അന മുഹന്ദിസുൻ ഞാൻ എഞ്ചിനീയറാണ്. ഉസാഇദുന്നാസ ജനങ്ങളെ ഞാൻ സഹായിക്കുന്നു. അലൽ ബിന ഈ നിർമ്മാണത്തിന്. അടുത്ത പിക്ചർ കാണുന്നത് ഡ്രൈവറാണ്. അപ്പൊ അന വെച്ചിട്ട് എങ്ങനെ പറയാം? അന സായിക്കുൻ ഞാൻ ഡ്രൈവറാണ്. അക്കൂദു ഞാൻ നിയന്ത്രിക്കുന്നു. അൽ മർക്കബാത്ത് വാഹനങ്ങളെ. അടുത്ത പിക്ചറിൽ ഒരു ടീച്ചറെയാണ് കാണുന്നത്. അപ്പൊ എങ്ങനെ എഴുതാം? ഞാൻ ഒരു ടീച്ചറാണ് എന്നെങ്ങനെയാണ് പറയുക? അന മുദരിസത്തുൻ ഞാൻ ഒരു ടീച്ചറാണ്. കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നു. എങ്ങനെയാണ് അറബിയിൽ പറയാ? ഉദരിസു ഞാൻ പഠിപ്പിക്കുന്നു. അദ്ദാരിസീന വിദ്യാർത്ഥികളെ. അടുത്ത പിക്ചറിൽ കാണുന്നത് പോലീസിനെയാണ്. പോലീസിനെ എന്താണ് അറബിയിൽ പറയുക? ഷുർത്തിയുൻ.
അന ശുർത്തിയുൻ, ഞാൻ ഒരു പോലീസാണ്. അക്ബിലു അലൽ മുജ്രിമീന, കുറ്റവാളികളെ ഞാൻ പിടികൂടുന്നു. അടുത്തത് ഒരു കൃഷിക്കാരനെയാണ് കാണുന്നത്. ഞാൻ ഒരു കൃഷിക്കാരനാണ് എന്നെങ്ങനെ പറയാ? അന മുസാരി ഉൻ, അല്ലെങ്കിൽ അന ഫല്ലാഹുൻ, ഞാനൊരു കർഷകനാണ്. വയലുകളിൽ ഞാൻ കൃഷി ചെയ്യുന്നു. അസ്റഉ, ഞാൻ കൃഷി ചെയ്യുന്നു. ഫിൽ ഹുക്കൂലി, പാടത്ത് വയലുകളിൽ ഞാൻ കൃഷി ചെയ്യുന്നു. ഇതുപോലെ നിങ്ങൾ ജോലിക്കാരെ വെച്ചിട്ട് അവരുടെ തൊഴിലിനെ കുറിച്ച് ഇതുപോലെ നിങ്ങൾ എഴുതി പഠിക്കുക, എക്സാമിന് വരുന്നതാണ്. അടുത്ത പാഠം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. വബാക്കി അസ്സഫുൽ ഖാദിം മഅസ്സലാമ. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.